റിലീഫ് എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡബിൾ ടാക്സേഷൻ എന്താ നമുക്ക് കാണാം. ഡബിൾ ടാക്സേഷൻ മീൻസ് ദ സെയിം ഇൻകം ഗെറ്റ് ടാക്സ് ടുവാർഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സെയിം അസസി. ഒരു വ്യക്തി അയാളുടെ ഇൻകം ടാക്സ് രണ്ട് രാജ്യത്ത്, ഇന്ത്യയിലും മറ്റൊരു ഫോറിൻ രാജ്യത്തും അയാൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. ദ ഫോറിൻ ഇൻകം ഓഫ് എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ദാറ്റ് ഇസ് ഇൻകം acquiring or arising outside India become liable to tax in India as well as in the country in which the income acquires or arise is received. റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഫോറിൻ ഇൻകം എന്ന് വെച്ചാൽ ദ ഇൻകം എക്വയറിങ് ഓർ ഇന്ത്യയിലാണോ ലയബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ഏത് രാജ്യത്താണോ ആ ഇൻകം അക്വയർ അറൈസ് ചെയ്തത് ആ രാജ്യത്തും അയാൾ ടാക്സ് അടയ്ക്കണം എന്നാണ് ഡബിൾ ടാക്സേഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അടുത്ത ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ്. ഈ ഡബിൾ ടാക്സേഷൻ നമ്മൾ അടയ്ക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു അടുത്ത് അടച്ചാൽ മതിയല്ലോ, രണ്ടടുത്തും അടയ്ക്കണം. അപ്പം അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെൻ്റാണ് ഡബിൾ ടാക്സ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഡബിൾ ടാക്സ് എഗ്രിമെൻറ്റ് ഓഫ് സച്ച് ഇൻകം ഈസ് അവോയ്ഡഡ് ബൈ മീൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ. The agreement entered into the government of India within the government of other countries or specified territory outside India. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മറ്റൊരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഏർപ്പെടുകയാണ്. ഇങ്ങനെ ഡബിൾ ടാക്സ് അടച്ചിട്ടുണ്ട്, ആ ടാക്സിന് അവോയ്ഡ് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡബിൾ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. Where income acquires or arises in a country with no agreement exit, unilateral tax relief is allowed on the doubly taxed income of resident in India under Section 91 of Income Tax Act. ഏത് രാജ്യത്താണോ ഇൻകം എറൈസ് ചെയ്തതോ അക്വയർ എറൈസ് ചെയ്തോ ആ രാജ്യത്തായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇന്ത്യൻ ഗവൺമെൻറ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ യൂണിലാറ്ററൽ ടാക്സ് റിലീഫ് വഴി നമുക്ക് ഡബിൾ ടാക്സേഷൻ ഇൻകം നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഏതൊക്കെ ഇതിലാണ് ഫോമായിട്ടാണ് നമുക്ക് റിലീഫ് കിട്ടുന്നത്, അവോയ്ഡ് കിട്ടുന്നതെന്ന് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് കിട്ടുന്ന റിലീഫ് ഏതൊക്കെയാണ്? അപ്പോൾ ഒന്നാമത്തെയാണ് ഡബിൾ ടാക്സേഷൻ റിലീഫ്, രണ്ടാമത്തെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ്, മൂന്നാമത്തെ യൂണിലാറ്ററൽ റിലീഫ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ കാണാൻ പോകുന്നത് ഡബിൾ ടാക്സേഷൻ റിലീഫ് എന്നാണ്. ഇൻ കേസ് ഓഫ് ഡബിൾ ടാക്സേഷൻ റിലീഫ്, എ ഗവൺമെൻറ് ഹാസ് ടു എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് എ ഫോറിൻ കൺട്രി ഫോർ എ ഗ്രാൻഡ് ഓഫ് സച്ച് റിലീഫ് ഇൻ കേസ് ദ അസസി ഹാസ് ടു പേ ഇൻ ബോത്ത് ദി കൺട്രീസ് ആൻഡ് ദെൻ അപ്ലൈ ഫോർ റിലീഫ് ഇൻ ദി ഫോം ഓഫ് റീഫണ്ട്. ഈ കേസിൽ പറയേണ്ട ഡബിൾ റിലീഫിൻ്റെ കേസിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഫോറിൻ രാജ്യത്തെ ഗവൺമെൻറ്റായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അതിനകത്ത് നമ്മൾ രണ്ടിടത്തും ഒരു അസസി രണ്ട് രാജ്യത്തും, ഫോറിൻ രാജ്യത്തും ഇന്ത്യയിലും ആൾ ടാക്സ് അടച്ചിട്ട് ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അയാൾ ഇന്ത്യയിൽ ഒരു റീഫണ്ട് ഫോമിന് അപ്ലൈ ചെയ്യാമെന്ന റീഫണ്ട് ഫോം ഓഫ് റീഫണ്ടിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. രണ്ടാമത്തതാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ്. ഇൻ കേസ് ഓഫ് ഡബിൾ ടാക്സ് അവോയ്ഡൻസ്, ദ അസസി ഡസ് നോട്ട് പേ ടാക്സ് ഇൻ ബോത്ത് ദി കൺട്രീസ്. ഡബിൾ ടാക്സേഷൻ കേസിൽ, അവോയ്ഡൻസ് കേസിൽ അസസി രണ്ട് സ്ഥലത്തും ടാക്സ് അടച്ചിട്ടില്ല. പക്ഷേ ഈച്ച് കൺട്രി റിക്കവർ ടാക്സ് ഓൺലി ഓൺ ദി പോർഷൻ ഓഫ് ഇൻകം which occurs within that country and may be taken into account the income occurring in the other country for the rate purpose if the provision of the act of that country. എന്ന് വെച്ചാൽ അസസി രണ്ട് രാജ്യത്തും ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ആൾക്ക് അതാത് രാജ്യം, ഫോറിൻ രാജ്യത്ത് എന്തോരാണ് ടാക്സ് ആയത് ആ എമൗണ്ട് അവിടെയും, ഇന്ത്യയിൽ എത്രയാണ് അയാൾ ഇൻകം ഏൺ ചെയ്ത് അതിന് ഇന്ത്യയിൽ അയാൾ ടാക്സ് അടച്ചാൽ മതി എന്നാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസിൻ്റെ റിലീഫിൽ രണ്ടാമത്തെ പോയിട്ട് പറയുന്നത്.
മൂന്നാമതാണ് യൂണിലാറ്ററൽ റിലീഫ്, where a government does not enter into an agreement with a foreign government for the grant of double taxation avoidance. It may grant unilateral relief to the person resident in that country. എന്ന് വെച്ചാൽ നമ്മളെ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഫോറിൻ രാജ്യമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ ആ രാജ്യത്ത് ടാക്സ് അടച്ചെന്നുള്ള ഡോക്യുമെൻറ്റോ എന്തെങ്കിലും ഡോക്യുമെൻ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കൊണ്ട് കാണിച്ചാൽ നമുക്ക് അതുവഴി ടാക്സ് ഇളവ് കിട്ടുമെന്നാണ് യൂണിലാറ്ററൽ റിലീഫിൻ്റെ അകത്ത് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ റീസൺസ് ഫോർ ഡയറക്റ്റ് ടാക്സ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡബിൾ ടാക്സേഷൻ നമ്മൾ ഏർപ്പെടുന്നതെന്നുള്ളതാണ്. അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പറയണം. ഒന്നാമത്തെ, ഫോർ ഗ്യാരണ്ടി ഡബിൾ ടാക്സ് റിലീഫ്. മെയിൻ കാരണം നമുക്ക് ഡബിൾ ടാക്സ് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു എഗ്രിമെൻറ്റ് നമ്മൾ ഏർപ്പെട്ടത്. പിന്നെ ഫോർ ഗ്യാരണ്ടി റിലീഫ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻകം ചാർജബിൾ അണ്ടർ ദിസ് ആക്ട് ആൻഡ് അണ്ടർ ദി കറസ്പോണ്ടിങ് ലോ ഇൻ ഫോഴ്സ് ഇൻ എ ഫോറിൻ കൺട്രി ഓഫ് സ്പെസിഫൈഡ് ടെറിട്ടറി ടു പ്രൊമോട്ട് മ്യൂച്വൽ എക്കണോമിക് റിലേഷൻ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനും എക്കണോമിക് റിലേഷനും മറ്റൊരു ഫോറിൻ എഗ്രിമെൻറ്റ് ഏർപ്പെടുന്നത് വഴി ഇങ്ങനെ നമ്മളെ ട്രേഡും നമ്മുടെ എക്കണോമിക് റിലേഷനും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമ്മുടെ അകത്തിന് പ്രൊമോട്ട് ചെയ്യാൻ, കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരൊക്കെ ക്ഷണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്, അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് ഏർപ്പെടുന്നത്. For exchange of information for prevention of evasion, avoidance of income tax or investigation of cases of such evasion or avoidance. ഇപ്പം നമ്മൾ ഒത്തിരി പേരോട് ടാക്സ് അടയ്ക്കാതെ മുങ്ങുന്നതിനെ പറ്റി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോറിൻ രാജ്യത്തും ഒരു ഇന്ത്യയിലും ഇങ്ങനെ ടാക്സ് അടയ്ക്കാത്ത വ്യക്തികളെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻഫോർമേഷൻ, അവരെ പറ്റിയ ഇൻഫോർമേഷൻ രണ്ട് രാജ്യം കൈമാറുന്ന വഴി അവരെ കൊണ്ട് ടാക്സ് അടപ്പിക്കാനും ഇൻകം ടാക്സ് പറ്റിച്ച് മുങ്ങാനുള്ള ചാൻസ് കുറയ്ക്കാനുമാണ് ഈ എഗ്രിമെൻറ്റിലൂടെ നമുക്ക് സാധിക്കുന്നത്. പിന്നെയാണ് ഫോർ റിക്കവറി ഓഫ് ഇൻകം ടാക്സ്. അതാണ് പറഞ്ഞത് ടാക്സ് വീണ്ടും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ളത്. ഇനി അടുത്താണ് വെൻ എ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ എഗ്രിമെൻറ്റ് ഫോർ ഗ്യാരണ്ടി റിലീഫ് ഓഫ് ടാക്സ് ഫോർ അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ് പ്രൊവിഷൻ അനുസരിച്ച് അസസിക്ക് ഏതാണോ കൂടുതൽ ബെനിഫിഷ്യൽ അതാണ് ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ് അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതിന് ആദ്യം പറഞ്ഞാൽ ടു ചാർജ് ടാക്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഫോറിൻ കമ്പനി അറ്റ് എ ഹയർ റേറ്റ് അറ്റ് വിച്ച് ഡൊമസ്റ്റിക് കമ്പനി ചാർജബിൾ ഷാൾ നോട്ട് ബി റിഗാർഡഡ് ആസ് ലെസ് ഫേവറബിൾ ചാർജ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉള്ള ഒരു കമ്പനി അയാളുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനികൾക്ക് ചാർജ് കുറവായിരിക്കും, റേറ്റ് കുറവായിരിക്കും, ടാക്സ് റേറ്റ് കുറവ്. അതേസമയം ഫോറിൻ കമ്പനിക്ക് ടാക്സ് റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. ആ ടാക്സിന് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഫോറിൻ കമ്പനിക്ക് ഒരു ബെനിഫിഷ്യൽ ഈ കേസിൽ കിട്ടുന്നില്ല എന്നാണ്. ആ ബെനിഫിഷ്യൽ ഫോറിൻ കമ്പനിക്ക് ഈ കേസിൽ ബാധകമല്ല എന്നാണ് പറയണത്. ഈ സ്പെസിഫൈഡ് ടെറിട്ടറി എന്ന് നമ്മൾ മുമ്പ് കണ്ടായിരുന്നു. അതാണ് പറയുന്നത് മീൻസ് ഓ എനി ഏരിയ ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് മേ ബി നോട്ടിഫൈഡ് ആസ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ഏത് രാജ്യത്താണ് ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്ത് ഏത് രാജ്യത്താണ് എഗ്രിമെൻറ്റ് അതാണ് സ്പെസിഫൈഡ് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇനി അടുത്താണ് അഡാപ്റ്റേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സ്പെസിഫൈഡ് അസോസിയേഷൻ ഓഫ് ഡബിൾ ടാക്സേഷൻ റിലീഫ്. സെക്ഷൻ 90A. 90A പ്രകാരം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യക്ക് പുറത്തുള്ള നമ്മൾ RBI പോലെ ഫോറിൻ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ലോ ഇൻഫോഴ്സ് ആയിട്ടുള്ള ഒരു അസോസിയേഷനായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഡബിൾ ടാക്സ് ചെയ്യാൻ വേണ്ടി എഗ്രിമെൻറ്റ് ഏർപ്പെട്ടാൽ അതുവഴി നമുക്ക് ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യണം. അതാണ് ഒരു റീസൺ. അതാണ് പറയുന്നത് എനി സ്പെസിഫൈഡ് അസോസിയേഷൻ ഇൻ ഇന്ത്യ മേ എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ് the specified association in the specified territory outside India and the central government may be notification make such provision as may be necessary for adopting and implementing
such agreement. ഇനി അടുത്ത് തന്നെ യൂണിലാറ്ററൽ റിലീഫ് ഇൻ ഇന്ത്യ സെക്ഷൻ 91. ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു എഗ്രിമെൻറ്റ് മറ്റൊരു രാജ്യത്തെ എഗ്രിമെൻറ്റ് ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ ഇൻകത്തിന് ടാക്സ് അടച്ചതിൻ്റെ അവിടെ ടാക്സ് അടച്ചതിൻ്റെ ഡീറ്റെയിൽ ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഇന്ത്യ ഹാജരാക്കുകയാണെങ്കിൽ അതിന് അവിടെ ടാക്സ് ഇളവ് ചെയ്ത് കിട്ടുമെന്നാണ്, ഇന്ത്യയുടെ ഡബിൾ ടാക്സ് ചെയ്ത് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഇളവ് ചെയ്ത് കിട്ടുള്ളൂ. ഒന്നാമത്താണ് ദ അസസീസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ അയാൾ ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഹീസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പ്രീവിയസ്, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇത് ഇൻകം ഹാസ് അക്വയർഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഹാസ് നോട്ട് ബി ഡീം ടു അക്വയർ അറൈസിങ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ ഇൻകം ഫോറിൻ രാജ്യത്തുണ്ടായ ഇൻകം ആയിരിക്കണം, അക്വയർ ഇന്ത്യയിലുണ്ടായ ഒരു ഇൻകം ആയിരിക്കരുത് എന്നാണ് പറയുന്നത്. ദ ഇൻകം ഈസ് ലയബിൾ ടു ബി ടാക്സ് ഇൻ ഇന്ത്യ ആൻഡ് എ ഫോറിൻ കൺട്രി വിത്ത് ഇന്ത്യ ഹാസ് നോ എഗ്രിമെൻറ്റ് ഓർ റിലീഫ് ഫോർ അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ. ഇതിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ടാക്സ് ഏത് ഇൻകത്തിനാണോ ടാക്സ് അടയ്ക്കേണ്ടത് ഏതെങ്കിലും ഫോറിൻ രാജ്യമായിട്ട് ഇന്ത്യ ഒരു എഗ്രിമെൻറ്റ് സ്ഥാപിക്കാത്ത ഡബിൾ ടാക്സ് എഗ്രിമെൻറ്റ് സ്ഥാപിക്കാത്ത ആ രാജ്യത്തുമായിരിക്കണം ഇന്ത്യയിൽ മാത്രം അടയ്ക്കാം, മറ്റു രാജ്യത്ത് അടയ്ക്കാം ഇന്ത്യ എഗ്രിമെൻറ്റ് ഏർപ്പെടാത്ത രാജ്യമായിട്ട് വേണം ഇൻകം ഏൺ ചെയ്യുന്നതാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ദ അസസി ഹാസ് പെയ്ഡ് ടാക്സ് ഇൻ സച്ച് ഫോറിൻ കൺട്രി ബൈ ഡിഡക്ഷൻ ഓഫ് ടാക്സസ് ടോക്സ് ഓർ അതർവൈസ്. അസസി ടാക്സ് പേ ചെയ്തത് ഫോറിൻ കൺട്രി TDS വഴിയോ അല്ലെങ്കിൽ മറ്റേത് വഴിയാണ്. അങ്ങനെ ഇതിലാണെങ്കിൽ യൂണിലാറ്ററൽ റിലീഫ് ഒരു കണ്ടീഷനാണ്. അങ്ങനെ കണ്ടീഷൻ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇനി അടുത്തതെന്ന് വെച്ചാൽ the assessee is entitled to the deduction from Indian income tax payable by him of a sum calculated on such doubly taxing income at the Indian rate of tax or the rate of tax of the foreign country whichever is low. എന്ന് വെച്ചാൽ യൂണിലാറ്ററൽ റിലീഫിൻ്റെ കേസിൽ ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഫോറിൻ ഇൻകം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ നമ്മൾ അവിടുത്തെ റേറ്റ് വെച്ച് ടാക്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഫോറിൻ ഇതിലടച്ച ഇൻകം ടാക്സ് കുറയ്ക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഫോറിനുള്ള ടാക്സിൻ്റെ റേറ്റും ഇന്ത്യയിലുള്ള ടാക്സിൻ്റെ റേറ്റ് കമ്പയർ ചെയ്തിട്ട് ഇത് ഏതാണോ ലോവർ അങ്ങനെ ഏതാണ് ലോവർ അതായിരിക്കും അവിടെ എടുക്കുന്നത്. അതാണ് പറഞ്ഞത് ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് ഓർ ദ റേറ്റ് ഓഫ് ടാക്സ് ഓഫ് ദി ഫോറിൻ കൺട്രി വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് ഇഫ് എ റെസിഡൻറ്റ് അസസി ഹാസ് പെയ്ഡ് ടാക്സ് ഇൻ പാകിസ്ഥാൻ ഓൺ ഹിസ് അഗ്രികൾച്ചറൽ ഇൻകം which acquired or arose to him in Pakistan, he is entitled to a deduction from the Indian tax payable by him of the amount of tax paid in Pakistan or the sum calculated on that income and the income tax rate of tax whichever is less. എന്ന് വെച്ചാൽ ഒരു റെസിഡൻറ്റ് അസസി അയാളുടെ ഇൻകത്തിൻ്റെ ടാക്സ് പാകിസ്ഥാനി ഓൺ ഹിസ് അഗ്രികൾച്ചർ ഇൻകം പേ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ അറൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻകത്തിൻ്റെ കൂടെ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ. ഇൻകം ടാക്സ് പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻ അലോ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് വിച്ചർ ഇസ് ലെസ് ആണ്. അതാണ് പറയുന്നത് എമൗണ്ട് ഓഫ് ടാക്സ് പേ. എന്തോരം എമൗണ്ട് ആണ് ടാക്സ് ആയിട്ട് അഗ്രികൾച്ചർ ഇൻകത്തിന് പാകിസ്ഥാനിൽ പേട അത് ആ എമൗണ്ട് ആണോ ഓർ സം കാൽക്കുലേറ്റഡ് ഓഫ് ദാറ്റ് ഇൻകം അത് ഇന്ത്യ റേറ്റ് ഓഫ് ടാക്സ് ആ അഗ്രികൾച്ചർ ഇൻകത്തിന് ഉള്ള
ടാക്സ് പേ ചെയ്തതിന് ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് വെച്ച് എന്താണ് അതിൻ്റെ ഇൻകം, അത് രണ്ടുകൂടെ നോക്കുമ്പോൾ ഈ രണ്ടെണ്ണം നോക്കുമ്പോൾ ഇത് ലെസ് ഏതാണോ അതാണ് അവിടെ എടുക്കേണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് where an resident derives income from a business in India, in a foreign country, and agriculture income in a foreign country, agriculture income is not taxable in that foreign country, is liable to pay tax on the whole income in India. എന്ന് വെച്ചാൽ റെസിഡൻറ്റ് ഒരു ഇൻകം ഡിറൈവ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ, അയാൾക്ക് ഫോറിൻ കൺട്രിയിൽ ഒരു അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ ആ ഫോറിൻ കൺട്രിയിൽ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഇന്ത്യയിൽ അത് ടാക്സ് ചെയ്യുമ്പോൾ അയാൾ ആ ഫുൾ അഗ്രികൾച്ചർ ഇൻകത്തിനും ഈസ് ലയബിൾ ടു പേ ടാക്സ് എന്നാണ് ആ പോയിന്റിൽ പറയുന്നത്. പിന്നെ ഇഫ് ദെയർ ഇസ് ലോസ് ഇൻ അഗ്രികൾച്ചർ ഇൻകം in a foreign country instead of profit, the assessee is entitled to double taxation on the entire foreign business income without setting of loss. എന്ന് വെച്ചാൽ ഫോറിനിൽ ബിസിനസ് ഉള്ള ഒരാൾക്ക് അവിടെ തന്നെ ഒരു അഗ്രികൾച്ചർ ലോസോ ഉണ്ടെങ്കിൽ അയാൾക്ക് ഡബിൾ ടാക്സേഷൻ റിലീഫ് പർപ്പസിന് വേണ്ടി ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അയാളുടെ ഫോറിൻ ഇൻകമായിട്ട് എടുക്കുന്നത് ലോസ് സെറ്റ് ഓഫ് ചെയ്യാതെയുള്ള എമൗണ്ട് ആണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ വേർ അസസീസ് എൻറ്റൈറ്റിൽഡ് ടു എ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ഇൻ റിലേഷൻ ടു ഫോറിൻ ഇൻകം, ഡബിൾ ടാക്സ് റിലീഫ് വിൽ ബി അലൗഡ് ഓൺ ഫോറിൻ ഇൻകം ലെസ് ഡിഡക്ഷൻ ഫ്രം സച്ച് ഇൻകം. എന്ന് വെച്ചാൽ അസസിക്ക് ഉള്ള ഒരു ഫോറിൻ ഇൻകം നമ്മൾ സാധാരണ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഡക്ഷനായിട്ട് എടുക്കാവുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അത് ഡിഡക്ഷനായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അയാളുടെ ആ ഫോറിൻ ഇൻകത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അയാളുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ ഫോറിൻ ഇൻകം എടുക്കാവുന്നതാണ്. ഇനി വേറെ അസസി ക്ലെയിംസ് double taxation relief in respect of foreign dividend, the gross dividend shall be included in income. എന്ന് വെച്ചാൽ ഒരു അസസി ഡബിൾ ടാക്സേഷൻ റിലീഫിന് ക്ലെയിം ചെയ്യുമ്പോൾ ഫോറിൻ ഡിവിഡൻറ്റിന് പകരം ഗ്രോസ് ഡിവിഡൻ്റ് ആയിരിക്കും ഇൻകം ടാക്സ് കണ്ടുപിടിക്കാൻ എടുക്കുന്നത്. ഇൻകത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രോസ് ഡിവിഡൻ്റ് ആയിരിക്കും. അണ്ടർ സെക്ഷൻ 91 സെക്ഷൻ 1 പ്രകാരം റിലീഫിന് വേണ്ടി ഡബിൾ ടാക്സ് റിലീഫിന് വേണ്ടി നമ്മളെ ഇൻകം കൺട്രി വൈസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ ഇന്ത്യയുടെ റേറ്റും ഇന്ത്യയുടെ ഇൻകം ടാക്സ് റേറ്റും അല്ലാതെ ഓരോ സെപ്പറേറ്റ്, ഇപ്പോൾ ബ്രസീലാണെങ്കിൽ ബ്രസീലിൻ്റെ, ഓസ്ട്രേലിയ അങ്ങനെ സെപ്പറേറ്റ്, കൺട്രി എ ബി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ എല്ലാ കൺട്രി ഒന്നിച്ചായിരിക്കും, എല്ലാ ഫോറിൻ കൺട്രി ഒന്നിച്ചായിരിക്കുകയല്ല കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അടുത്തതെന്ന് വെച്ചാൽ റിലീഫ് ടു എ നോൺ റെസിഡൻറ്റ് പേഴ്സൺ. ഇഫ് എനി നോൺ റെസിഡൻറ്റ് പേഴ്സൺ ഈസ് അസറ്റ്സ് ഓൺ ഹിസ് ഷെയർ ഇൻ ദ ഇൻകം ഓഫ് എ രജിസ്റ്റേർഡ് ഫേം as a resident in India, and such share included any income acquiring or arising outside India in a country with which no agreement or relief or avoidance of double taxation exists, he proves that he has paid income tax in that country respect of income so included. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേമിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഫേമോ ഒരു അസസ് പേഴ്സൺ ഉണ്ടെങ്കിൽ അയാളുടെ ഇൻകം ഇന്ത്യയിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫോറിൻ കൺട്രി ആ ഇന്ത്യയിൽ നിന്നുള്ള അടച്ചിട്ടുണ്ടതിൻ്റെ ടാക്സിൻ്റെ അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോയാൽ അവിടെ അയാൾക്ക് ഡബിൾ ടാക്സേഷൻ്റെ ഇതിൽ അവോയ്ഡ് ചെയ്യും, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ലഭിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഹീസ് എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ് പേബിൾ ബൈ ഹിം ബൈ സം കാൽക്കുലേറ്റർ. ഡിഡക്ഷൻ്റെ കേസിൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് റേറ്റും ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻ ദാറ്റ് കൺട്രി, ആ രാജ്യത്തെ ടാക്സോട് കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് ഏതാണ് ലോവർ അതായിരിക്കും അയാളുടെ ഡിഡക്ഷൻ്റെ സമയത്ത് ഇൻകം ടാക്സ് പേബിളായിട്ട് കാണുന്നത്.
ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ കാണുകയാണ് ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ്, അതായത് ഈ നോൺ ട്രേഡ്സിൻ്റെ കേസിലും കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഇതിന് മുമ്പത്തെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്നാന്ന് വെച്ചാൽ ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് മീൻസ് ദി rate determined by dividing the amount of income tax after deduction of relief under the provision of this act but before the deduction of double taxation relief by the total income. ഇതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറഞ്ഞ തീരെയായിട്ട് പറഞ്ഞ് നോക്കും. അതുകൊണ്ട് ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഇലിസ്ട്രേഷൻ വേണ്ട പ്രോബ്ലം ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഇലിസ്ട്രേഷൻ വേണ്ട എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് X Limited, an Indian company, provides you the following particulars of its income for the assessment year 2019-20. Now, interest on government securities 25,000, income from house property 70,000, business income 4,40,000, income from a foreign country with which non agreement for relief or avoidance of the double tax exists, income tax paid on income mentioned. Compute the following amount of tax paid in India. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മളുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ താഴെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 25,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ബിസിനസ് ഇൻകം 4,40,000. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഫോറിൻ ഇൻകം 1 lakh നമ്മുടെ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ ഇത് പ്രകാരം നമ്മൾ ആഡ് ചെയ്യണം ആദ്യമേ ഇതിൻ്റെ കൂടെ. പിന്നെ ഡിഡക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ടോട്ടൽ ഇൻകം 6,35,000 നമുക്കപ്പം കിട്ടും. അതിനുശേഷം നമ്മൾ സ്ലാബ് വെച്ച് 35 ഇതിൻ്റെ ടാക്സ് പേ ചെയ്യുന്നു. നമുക്ക് 1,58,000. അതിൻ്റെ കൂടെ നമ്മൾ സർചാർജ് ഇല്ലാട്ടത്. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ സെൽസ് 4% നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1,65,000 നമുക്ക് നമ്മുടെ ഇതിന് ജസ്റ്റ് ഈ നമ്മുടെ റിലീഫ് കിട്ടുന്ന എമൗണ്ടിന് മുമ്പുള്ള ടാക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന 1,65,100. അപ്പോൾ ഇതിൻ്റെ നമുക്കിനി എങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചാൽ ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് ഓർ ടാക്സ് റേറ്റ് ഓഫ് ദാറ്റ് കൺട്രി വിച്ച് ഈസ് ലെസ് ആയിരിക്കും നമുക്ക് ഇന്ത്യയിൽ അടയ്ക്കേണ്ട ടാക്സ് എന്നുള്ളത്, റിലീഫ് വരുന്ന ടാക്സ്. അപ്പോൾ ആദ്യമേ നമ്മൾ തന്നെ ഇന്നത് പറഞ്ഞ പോലെ തന്നെ ഈ 1,65,000 അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇത് ഇൻകം ടാക്സ് റേറ്റ്, ഇന്ത്യൻ ടാക്സ് റേറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇവർ കാൽക്കുലേറ്റ് ചെയ്തേക്കണേ. അതാണ് the rate determined by dividing the amount of Indian income tax after deduction of any relief under the provision of this act but before deduction of any double tax and deduction by total income ആണ് ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ഇതിന് മുമ്പുള്ള എമൗണ്ട്, പക്ഷേ നമ്മൾ റിലീഫിന് തൊട്ട് മുമ്പുള്ള എമൗണ്ട്, അതാണ് 1,65,000 ഇൻറ്റു 1 lakh. നമുക്ക് ഫോറിൻ്റെ അകത്ത് എന്തോരം എമൗണ്ട് ആണോ നമ്മൾ ടാക്സ് അടിച്ച് അതാണ് ഇഗ്നോണ്ടി അവിടെ എത്രയാണോ അത് 1 lakh, അത് ഡിവൈഡഡ് ബൈ ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മൾ ടോട്ടൽ ഇൻകം അതാണോ 20,000 ആണോ, അതിൻ്റെ 20,000 എന്ന് വെച്ചാൽ ഇൻകം പെയ്ഡ്. നമുക്ക് എന്തോരാണ് നമ്മൾ ഇൻകം പെയ്ഡ് ചെയ്തിരിക്കുന്നത് നമ്മളത് കണ്ടുപിടിച്ചാണ് ഡിവൈഡ് ബൈ അത് 25,000 കിട്ടും. ഇതിനകത്ത് ഏതാണോ ലെസ് 20 അതാണ് നമ്മൾ കുറച്ച് കാണിക്കുന്നത് പിക്ചർ. ഇപ്പോൾ നമ്മളതിൻ്റെ അകത്ത് 20,000 ആണ് ലെസ്സായിട്ട് കണ്ടിരിക്കുക. നമ്മൾ 1,65,000 നിന്ന് നമുക്ക് നേരത്തെ നമ്മൾ പേ ചെയ്തിരുന്നത്, ഇപ്പോൾ ഒരു ഫോറിൻ്റെ അകത്ത് നമ്മൾ പേ ചെയ്തിരുന്ന ഡബിൾ ടാക്സ് റിലീഫ് വഴി നമ്മൾ 20,000 ഇത് കുറച്ചിരിക്കും. അതുവഴി നമുക്ക് മൊത്തം ടാക്സ് ഇന്ത്യയിൽ അടയ്ക്കേണ്ട 1,45,000 ആണ് ഇൻകം ടാക്സ് പേയബിൾ ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ അവിടെ അടിച്ച് പെർസെൻറ്റ് നമുക്ക് ഇന്ത്യയിൽ പേ ചെയ്യുമ്പോൾ കുറച്ച് കിട്ടും. അപ്പം ഇതുവരെ എൻ്റെ ചെറിയ ക്ലാസ് കിട്ടുന്ന എല്ലാവർക്കും എത്രയാണ്. താങ്ക് യു.